യോഗിജി വന്നാലും ഇല്ലെങ്കിലും അമ്പലത്തിൽ നിന്ന് 1 രൂപ പോയാൽ അത് തിരിച്ചെടുക്കണം, ആൾക്കാരെ അറസ്റ്റ് ചെയ്യണം. അത് ശബരിമലയാണെങ്കിലും ഗുരുവായൂരാണെങ്കിലും ബദ്രിനാഥ് ആണെങ്കിലും അയോധ്യ ആണെങ്കിലും. വിശ്വാസികൾ ഇത്രയും കാലം കൊണ്ട് കൊടുത്ത സ്വത്ത് സിസ്റ്റമാറ്റിക്കലി ലൂട്ട് ചെയ്തു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബന്ധപ്പെട്ട ആൾക്കാരെ അതിശക്തമായി നടപടി ഉണ്ടാകണം, അറസ്റ്റ് ചെയ്യണം, ജയിലിലിടണം. ഇപ്പം കുറച്ച് ചെറിയ മീനുകളെ മാത്രം പിടിച്ച് ഡ്രൈവറെയും കാശ് എണ്ണുന്നവരെയും ഒക്കെ പിടിച്ച് ചെയ്യുന്നതിന് എന്തർത്ഥമാണുള്ളത്? ഇഡിയോ ബാക്കി ഏജൻസികളോ അന്വേഷിച്ചാൽ ശരിയാവില്ല. ഹൈക്കോടതിയുടെയോ സുപ്രീം കോടതിയുടെയോ മേൽനോട്ടത്തിലുള്ള ഒരു അന്വേഷണം വേണം. പല സംവിധാനത്തിന് ഞങ്ങളൊക്കെ ഒരുപാട് കാലമായി പറയുന്നൊരു കാര്യമാണ് ക്ഷേത്രഭരണം വിശ്വാസികൾക്ക് കൊടുക്കണമെന്ന്. പക്ഷെ ഇപ്പം വെളിയിൽ പറയാൻ പോലും പറ്റാത്ത അവസ്ഥയായി. രാഹുൽ, ഇപ്പോൾ അയോധ്യ വിഷയം ഒന്ന് ആളിക്കത്തുകയാണ്. അതിലെ ഏറ്റവും വലിയ പ്രധാന കാര്യം എന്ന് പറയുന്നത് സ്വന്തം തട്ടകത്തിലെ ആളുകൾ പോലും പ്രതിക്കൂട്ടിലാകുമ്പോൾ വളരെ മൗനം പാലിക്കുകയാണ് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, കേരളത്തിൽ അദ്ദേഹം ഈ പ്രചാരണ വേളയിലൊക്കെ ഇവിടെ വന്നപ്പോൾ, ഈ ഇലക്ഷൻ ടൈമിലൊക്കെ വന്ന സമയത്ത് ശബരിമല കൊള്ളയെ വലിയ രീതിയിൽ തന്നെ പൊക്കിപ്പിടിച്ചു. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കേരളത്തിലെ ക്ഷേത്രം അല്ലെങ്കിൽ ഹിന്ദുക്കളെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളാണ് സംരക്ഷിക്കുന്നു എന്ന് വാദിക്കുന്ന പലരും ഈ ഒരു വിഷയത്തിൽ ഒന്നും തന്നെ മിണ്ടുന്നില്ല. അതേസമയം ഈ ശബരിമല കൊള്ള സമയത്ത് അല്ലെങ്കിൽ അവിടുത്തെ സ്വർണ്ണക്കൊള്ള വിഷയത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും അല്ലെങ്കിൽ അവിടുന്ന് ഉണ്ടാകുന്ന വലിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ BJP എടുത്തു പൊക്കിക്കൊണ്ട് വന്നിരുന്നു. പക്ഷേ ഇവിടെ അയോധ്യ വിഷയത്തിൽ ഇതൊന്നും തന്നെ കാണുന്നില്ല. എന്തുകൊണ്ടായിരിക്കാം ഇവർ ഈ ഒരു മൗനം പാലിക്കുന്നത്? സമാനതകളില്ലാത്ത കൊള്ളയാണ് അയോധ്യയിൽ നടന്നത്. ഗാന്ധിജി, നമ്മുടെ രാഷ്ട്രപിതാവ് ഏറ്റവും ആദരിച്ചിരുന്ന വ്യക്തിയായിരുന്നു ശ്രീരാമൻ. ആ ഗാന്ധിജിയുടെ ശ്രീരാമനെ കൊള്ള ചെയ്തു എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്പേഴ്സിന്റെ കാര്യത്തിൽ മാത്രമേ തർക്കമുള്ളൂ. ചില ആൾക്കാർ 7 ലക്ഷമെന്നും 70 ലക്ഷമെന്നും 200 കോടിയെന്നും 1400 കോടിയെന്നും 20,000 കോടിയെന്നും വ്യത്യസ്ത ഫിഗേഴ്സ് പറയുന്നുണ്ട്. എന്തായാലും കൊള്ള നടന്നു എന്ന കാര്യത്തിൽ ആർക്കും BJPക്കോ RSSനും കോൺഗ്രസിന് CPMന് ആർക്കും എതിരഭിപ്രായമില്ല. അപ്പം കൊള്ള നടന്നിട്ടുണ്ട്. 2, ഈ കൊള്ള ചെറിയ മീനുകളെ വെച്ച് മാത്രം ചെയ്യാൻ കഴിയുന്നതല്ല. പ്രാണപ്രതിഷ്ഠ പോകാൻ അവസരം ലഭിച്ചൊരു വ്യക്തിയാണ് ഞാൻ ശ്രീരാമ ജന്മഭൂമിയിലെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠയ്ക്കും പോയി. തൊട്ട് കുറച്ചു മാറി നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ബാബറി മസ്ജിദിന്റെ സ്ഥലം, മുഹമ്മദ് ബിൻ അബ്ദുള്ള മോസ്കിന്റെ സ്ഥലത്തും പോയി. 2 സ്ഥലങ്ങളിലും എന്നാൽ കഴിയുന്ന ചെറിയൊരു കോൺട്രിബ്യൂഷൻ ഞാൻ കൊടുക്കുകയും ചെയ്തു. ഞാൻ അടക്കം കൊടുത്ത അല്ലെങ്കിൽ വിശ്വാസികൾ ഇത്രയും കാലം കൊണ്ട് കൊടുത്ത സ്വത്ത് സിസ്റ്റമാറ്റിക്കലി ലൂട്ട് ചെയ്തു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഹിന്ദുത്വ സഹോദരങ്ങൾ പലപ്പോഴും തന്നെ അടച്ചു പോയിരിക്കുന്നത്. 100% കൊള്ള നടന്നു. ശ്രീരാമന്റെ സ്വത്ത്, ഗാന്ധിജിയുടെ രാമന്റെ സ്വത്ത് കൊള്ളയടിക്കപ്പെട്ടു 2-3 തലങ്ങളിൽ. ഒന്ന്, ചെറിയ ചെറിയ കൊള്ളകൾ, അതായത് വാഷ്റൂമിൽ ഒളിപ്പിച്ച് കാശ് എടുത്തുകൊണ്ട് പോയി വാഷ്റൂമിനകത്ത് വെച്ച് അവിടെ നിന്ന് വെളിയിൽ കൊണ്ടുപോകുന്ന രീതിയിലൊന്ന്. 2, വെള്ളിക്കെട്ടികൾ, സ്വർണ്ണക്കെട്ടികൾ അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുപോയി എന്ന ആരോപണം. അത് SIT അന്വേഷിക്കുന്നുണ്ട്, അത് ഉരുക്കിയോ തുടങ്ങിയ കാര്യങ്ങൾ. 3, 5 കോടി രൂപ വില വരുന്ന ഒരു ശ്രീരാമചരിത മാനസ് പുസ്തകം, അത് കൊടുത്തത് IAS-കാരനായ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയാണ്. ഒന്ന് ഓർത്തു നോക്കുക. അതായത് സാധാരണക്കാരൻ കൊടുക്കുന്നതിന് പിന്നെ അടിച്ചു മാറ്റിയാൽ സാധ്യതകളെങ്കിലും പിടിക്കപ്പെടാൻ സാധ്യത കുറവാണ്. പക്ഷേ സാക്ഷാൽ ആഭ്യന്തര സെക്രട്ടറി കൊടുത്ത, IAS-കാരൻ കൊടുത്ത 5 കോടി രൂപയുടെ രാമചരിത മാനസ് കാണാനില്ല എന്ന് പറയുന്നു. ടിനു യാദവ് എന്ന് പറയും, ചമ്പത് റായിയുടെ വലങ്കൈയായിരുന്ന അല്ലെങ്കിൽ ഡ്രൈവർ ആയിരുന്ന വ്യക്തി 50 കോടി രൂപയുടെ വീടും സ്ഥലവും വെച്ചു എന്നാണ് പറയുന്നത്. ആ വീടിൻ്റെ ഫോട്ടോ മാധ്യമങ്ങൾ പുറത്തു വിട്ടിട്ടുണ്ട്. 14 മുറിയോളമുണ്ട്, 2 നില വലിയ കെട്ടിടമാണ്. 17,000 രൂപ മാത്രം ഓട്ടോ ഓടിച്ച് കിട്ടുന്നു എന്ന് പറയുന്ന ഇയാൾക്ക് എങ്ങനെയാണ് ഈ സ്വത്തുണ്ടാകുന്നത്? അപ്പോൾ ഉന്നതനായ ആൾക്കാരടക്കം അറിഞ്ഞുകൊണ്ട് ഒരു വലിയ കൊള്ള നടന്നു എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇനിയും ഇവരുടെ ഭാഗത്തു നിന്ന് തിരിച്ച് മറു ആരോപണങ്ങളൊക്കെ ഉണ്ടാകുന്നത് ലാഫബിളാണെന്ന് പറഞ്ഞാൽ ശ്രീ അഖിലേഷ് യാദവിനെ അടക്കം എങ്ങനെങ്കിലും വലിച്ചിടാൻ നോക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ആരായിരുന്നു ട്രസ്റ്റിന്റെ മാനേജ്മെന്റ് മുഴുവൻ RSSും സംഘപരിവാറുമായിട്ട് ബന്ധമുള്ളവരായിരുന്നു. സംഘത്തിലെ ഏറ്റവും മുതിർന്നവർ എങ്ങനെ ചെയ്യുമെന്നൊന്നും ഞാൻ പറയില്ല. കാര്യം ഞാൻ പൂജനീയ സർസംഘ് ചാലക് മോഹൻ ഭഗവത്ജിയുടെ പരിപാടിക്ക് ഗസ്റ്റായിട്ട് പോയിട്ടുള്ളതാണ്. നരേന്ദ്രമോദിജിയുടെ പരിപാടിക്ക് 2 തവണ ഗസ്റ്റായി പോകാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. ഞാൻ ഒന്നിൽ പ്രസംഗകനുമായിരുന്നു. അതുകൊണ്ട് സംഘത്തിനോട്, RSSനോട് എനിക്കുള്ള വിയോജിപ്പ് മുസ്ലിം സമൂഹത്തോടുള്ളവരുടെ സമീപനത്തിലാണ്. നമ്മുടെ ഗാന്ധിജിയും അങ്ങനെ തന്നെയാണ്. ഞാനൊരു ഗാന്ധിയനായതുകൊണ്ട് ഗാന്ധിജിയുടെ നിലപാട് അങ്ങനെയാണ്. നിങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ ഓക്കെ, അൺടച്ചബിലിറ്റി ഇല്ല, ജാതീയതയില്ല, അതൊക്കെ ഓക്കെ. പക്ഷേ മുസ്ലിം സഹോദരങ്ങളോട് നിങ്ങൾക്കുള്ള തെറ്റായ നിലപാട് മാറ്റണം. ഇതാണ് ഗാന്ധിജി RSSനെ കുറിച്ച് പറയുന്നത്. അത് തന്നെയാണ് എൻ്റെയും നിലപാട്. RSSന് കുറേ ഡിസിപ്ലിൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് ഡിസിപ്ലിൻ ഉള്ള ഒരു ഓർഗനൈസേഷൻ
വിഷയത്തിൽ ഈ തീവട്ടിക്കൊള്ള നടന്നു എന്ന് പറയുന്നത് ഞെട്ടിക്കുന്നൊരു കാര്യമാണ്. അതിന് മാപ്പില്ല, അതിന് യാതൊരു എക്സ്ക്യൂസും ഇല്ല. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ, എല്ലാവരെയും കാടടിച്ച് വെടിവെക്കുകയല്ല, ബന്ധപ്പെട്ട ആൾക്കാരെ അതിശക്തമായി നടപടി ഉണ്ടാകണം, അറസ്റ്റ് ചെയ്യണം, ജയിലിലിടണം. ഇപ്പം കുറച്ച് ചെറിയ മീനുകളെ മാത്രം പിടിച്ച് ഡ്രൈവറെയും കാശെണ്ണുന്നവരെയൊക്കെ പിടിച്ച് ചെയ്യുന്നതിന് എന്തർത്ഥമാണ് ഉള്ളത്? പക്ഷെ ഒരു സന്തോഷം, ദേശീയ മാധ്യമങ്ങളടക്കം ഈ ചോദ്യം ശക്തമായി ഉയർത്തുന്നുണ്ട്. പൊതുവേ വലതുപക്ഷ മാധ്യമങ്ങൾ എന്ന് പറയപ്പെടുന്ന ദേശീയ മാധ്യമങ്ങളിൽ ഞാൻ പല ദിവസങ്ങളായി ചർച്ചയ്ക്കിരിക്കുന്നുണ്ട്. അവരെല്ലാം പോലും ശക്തമായി വിഷയം ഉയർത്തുന്നുണ്ട്. അത് സ്വാഗതാർഹമാണ്. ഈ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന ഇതിൽ ഏതെങ്കിലും തരത്തിലുണ്ടോ? കാരണം ഇനി ഈ ഒരു അന്വേഷണം നടക്കുമ്പോൾ രാഹുൽ പറഞ്ഞതുപോലെ തന്നെ അകത്ത് പോകുന്നവർ ഒരുപക്ഷെ ഈ പരമായിട്ടുള്ള ഒരു അന്വേഷണത്തിലൂടെ ആയിരിക്കുമോ? അതോ ഈ പറയുന്നത് പോലെ തന്നെ പലരും അല്ലെങ്കിൽ ഇതിന്റെ പിന്നിലെ ബിനാമികൾ അവിടെ തന്നെ കാണുമോ? ആരാണ് കള്ളത്തരം ചെയ്തതെന്ന് പറഞ്ഞാൽ അവരെ പിടിക്കാനുള്ള തീർച്ചയായിട്ടും ഓപ്ഷൻ വേണം. ആ ഓപ്ഷൻ പിടിച്ചാൽ മാത്രമേ ജനങ്ങൾക്ക് വിശ്വാസമാകൂ, പൊതുജനങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസമാകൂ. അതുകൊണ്ടാണ് കോർട്ട് മോണിറ്റേർഡ് പ്രോബ് അഥവാ ബഹുമാനപ്പെട്ട കോടതി മേൽനോട്ടം വഹിക്കുന്ന ഒരു അന്വേഷണം ഇല്ലെങ്കിൽ ഇതിൽ ആർക്കും വിശ്വാസം ഉണ്ടാകില്ല. CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും ഒരു കേസ് ഇതേപോലെ വന്നാൽ അവരുടെ ആൾക്കാരെ രക്ഷിക്കാനേ നോക്കൂ, അവരുടെ എക്കോസിസ്റ്റത്തിൽ നിൽക്കുന്ന ആൾക്കാരെ രക്ഷിക്കാനേ നോക്കൂ. ഒന്ന്, അവരോടുള്ള ലോയൽറ്റി കാരണം. രണ്ട്, ഇവർ പിടിക്കപ്പെട്ടാൽ ആ സംഘടനയ്ക്കുണ്ടാകുന്ന ദൂരവ്യാപകമായ വിമർശനങ്ങൾ കാരണം. അല്ലെങ്കിൽ ഇത് കലാകാലമുള്ള ചീത്തപ്പേരാണ് രാമക്ഷേത്രത്തിൽ നിന്ന് കൊള്ളയടിച്ചു എന്നുള്ളത്. അതുകൊണ്ട് അവരുടെ ആൾക്കാരെ രക്ഷിക്കാനേ നോക്കൂ. അതുകൊണ്ടാണ് അത് CPM ആണെങ്കിലും അങ്ങനെയാണ് നമ്മുടെ CPM-ലെ കുറേ ആൾക്കാരെ രക്ഷിക്കാൻ നോക്കിയത്. കോൺഗ്രസ് ആണെങ്കിലും അങ്ങനെയായിരിക്കും, BJP ആണെങ്കിലും അങ്ങനെയായിരിക്കും. അവിടെയാണ് നമുക്ക് കോടതി മേൽനോട്ടത്തിലുള്ള ഒരു അന്വേഷണ സംവിധാനം വേണം. അതിൽ മാത്രമേ ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകൂ. ആ പോയിന്റാണ് നമ്മൾ റേസ് ചെയ്യേണ്ടത്. ഇവിടെ ഒരു കാര്യം കൂടി, അതായത് ഞാൻ ചോദിച്ചു വന്ന ആ ഒരു ചോദ്യത്തിലേക്ക് വീണ്ടും പോവുകയാണ്. ഈ BJP, അതായത് കേരളത്തിലുടനീളം ഈ സ്വർണ്ണക്കൊള്ള ശബരിമലയിലെ വിഷയമൊക്കെ നടന്നപ്പോൾ വലിയ രീതിയിൽ വീരവാദങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ അറിയിച്ച ഒരു പറ്റം ആളുകളുണ്ടായിരുന്നു. ആ ആളുകൾക്ക് ഇപ്പോൾ യാതൊരു തരത്തിലുള്ള മറുപടിയുമില്ല ഈ അയോധ്യ വിഷയത്തിൽ. അതെന്തുകൊണ്ടാണ്? സംഘത്തിൻ്റെ മുതിർന്ന പല ആൾക്കാരും അവരൊക്കെ എന്താ RSS എന്ന് കൂടെ ഒന്ന് പറയാം. എന്നാലേ എനിക്ക് RSSലെ ചില ആൾക്കാരുടെ വർഗീയ, പ്രത്യേകിച്ച് ഇസ്ലാമോഫോബിക്കും പണ്ട് ക്രിസ്ത്യൻ ഫോബിക്കും, ഇപ്പം മധ്യ തിരുവിതാംകൂറിലെ ക്രിസ്ത്യൻ വോട്ടുകൾക്ക് വേണ്ടി കുറച്ചൊക്കെ അവർ മയപ്പെടുത്തുന്നുണ്ട്, എന്നാലും അടിസ്ഥാനപരമായ ഒരു ക്രിസ്ത്യൻ വിരോധം അവർക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ മാറ്റിവെക്കാം. സംഘത്തിൽ തന്നെയുള്ള കുറച്ച് മോഡറേറ്റ് ആയിട്ടുള്ള ഗാന്ധിയന്മാരോട് അടുത്ത് ചേർന്ന് സമീപനം സ്വീകരിക്കുന്ന ആൾക്കാരുണ്ട്. ഉദാഹരണം ശ്രീ കുമ്മനം ചേട്ടൻ, അല്ലെങ്കിൽ പഴയ BJP പ്രസിഡന്റ് ശ്രീധരൻപിള്ള സാർ, ശ്രീ സുരേഷ് ഗോപി അടക്കമുള്ള ഒരുപാട് പേർ. അവർക്കൊന്നും ഒരിക്കലും വർഗീയത ആരോപിക്കാനേ നമുക്ക് കഴിയില്ല. ഒരുപക്ഷെ രക്ഷകരെ ശ്രദ്ധിച്ചാൽ അറിയാം, അവർക്കും അങ്ങനെ വർഗീയത ഒരിക്കലും പറയുന്നുമില്ല. മുസ്ലിം വിരോധമോ ക്രിസ്ത്യൻ വിരോധമോ പറയാറില്ല. അവരടക്കം ഈ വിഷയത്തിലൊരു നിലപാട് എടുക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥനയും ആഗ്രഹവും. കാര്യം എന്താന്ന് പറഞ്ഞാൽ, എന്നാലേ ജനങ്ങൾക്ക് വിശ്വാസം വരും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CPM-ലെ പ്രതിരോധത്തിലാക്കാൻ പരമാവധി ആദ്യം എല്ലാവരും ശ്രമിച്ചതാണ്. അത് BJPയും കോൺഗ്രസ് ശ്രമിച്ചതാണ്. അങ്ങനെ തന്നെ വേണം താനും. കാര്യം രാഷ്ട്രീയക്കാരെല്ലാം ഒത്തുകളിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ആരെ വിശ്വസിക്കും? അതുകൊണ്ട് CPM-ന് ഒരു തെറ്റ് പറ്റിയാൽ ചൂണ്ടിക്കാണിക്കേണ്ടത് കോൺഗ്രസും BJP-യാണ്. കോൺഗ്രസിന് തെറ്റ് പറ്റിയാൽ CPM-ഉം BJP-യാണ് ചൂണ്ടിക്കാണിക്കേണ്ടത്. BJP-ക്ക് ഒരു തെറ്റ് പറ്റിയാൽ കോൺഗ്രസ് CPM-ആണ് ചൂണ്ടിക്കാണിക്കേണ്ടത്. അല്ലെങ്കിൽ ദേശീയ തലത്തിൽ അടക്കമുള്ള പ്രസ്ഥാനങ്ങളാണ് ചൂണ്ടിക്കാണിക്കേണ്ടത്. ഇപ്പോൾ CJP ഉണ്ട്, CJP-ആണ് ചൂണ്ടിക്കാണിക്കേണ്ടത്. അതുകൊണ്ട് രാഷ്ട്രീയക്കാർ ഒത്തുകളിക്കരുത്. തീർച്ചയായിട്ടും ഇവരുടെ നിലപാടുകൾ പ്രസക്തമാണ്. ശ്രീമതി ശശികല ടീച്ചർ, ശ്രീ ആർ വി ബാബു അടക്കമുള്ളവർ, ശ്രീ കുമ്മനം ചേട്ടനെ പോലെ വളരെ മുതിർന്ന ഒരാൾ ഇതിലൊരു പൊസിഷൻ എടുക്കണം. എൻ്റെ അഭിപ്രായവും ആഗ്രഹവും വിശ്വാസവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അടക്കം ഇതിലൊരു പൊസിഷൻ എടുക്കണം. കാര്യം മോദിജിയാണ് അവിടെ പോയി ക്ഷേത്രകാര്യങ്ങളിൽ യജമാനായി നിന്ന് പ്രാണപ്രതിഷ്ഠയ്ക്ക് നേതൃത്വം കൊടുത്തത്. അവിടെ സർസംഘ് ചാലക് മോഹൻ ഭഗവത്ജി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ എല്ലാം ഒരു നിലപാട്, ദത്താത്രേയ ഹോസ്ബലേജി ഒരു നിലപാട് പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല, സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന സർസംഘ് ചാലകോ പ്രധാനമന്ത്രിയോ ഒക്കെ ഒരു നിലപാടെടുക്കണം. ശ്രീ രാഹുൽ ഗാന്ധിയും നമ്മുടെ പ്രതിപക്ഷ നേതാവാണ്, ഷാഡോ ഇവരുടെ എല്ലാം നിലപാടുകൾക്ക് രാജ്യം കുറച്ചുകൂടെ കാതോർക്കും. ഇപ്പം ശ്രീമതി പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള ഉന്നതരായ നേതാക്കൾ നിലപാടെടുത്തിട്ടുണ്ട്, ശ്രീ KC വേണുഗോപാൽ സാർ എടുത്തിട്ടുണ്ട്. പക്ഷേ ശ്രീ രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും, അതേപോലെ പ്രധാനമന്ത്രിയും മറ്റും RSS സർസംഘ് ചാലക് മോഹൻ ഭഗവത്ജിയും എടുക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഒരുപക്ഷെ ED ഇതിലേക്ക് ഒരു അന്വേഷണത്തിന് വരാൻ സാധ്യതയുണ്ടോ? ചാൻസ് വളരെ കുറവാണ്. അത് വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ED-യോട് ബഹുമാനക്കുറവൊന്നുമില്ല. പക്ഷേ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സൂചിപ്പിക്കുന്നത് പോലെ ED-യുടെ കൺവിക്ഷൻ റേറ്റ് 1% താഴെയാണ്. അതായത് ED 100 കേസ് പിടിച്ചാൽ ഒരു കേസ് പോലും സക്സസ്ഫുള്ളി ED കംപ്ലീറ്റ് ചെയ്യാറില്ല. പലപ്പോഴും രാഷ്ട്രീയ ആയുധമായിട്ട് ED-യെ മിസ്യൂസ് ചെയ്യാറുണ്ട്. എല്ലാവർക്കും അറിയുന്ന പരസ്യമായ രഹസ്യമൊന്നുമല്ല. അത് ED-യുടെ കുഴപ്പം കൊണ്ടല്ല. ED-യിൽ ഒരുപാട് ഗംഭീരമായ കഴിവുള്ള ഉദ്യോഗസ്ഥരുണ്ട്. ഈ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ രക്ഷിക്കാനുള്ള ബുദ്ധിവൈഭവം അവർക്കുണ്ട്. പക്ഷേ രാഷ്ട്രീയ കാരണങ്ങളാൽ ED മിസ്യൂസ് ചെയ്യപ്പെടുന്നു എന്ന് എല്ലാവർക്കും അറിയാം. സുപ്രീം കോടതി പോലും ഒരിക്കൽ നിങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ ശരിയാക്കണമെന്ന് വാക്കാൽ പരാമർശിക്കുകയുണ്ടായി. അതിൻ്റെ കാരണം ഈ കൺവിക്ഷൻ റേറ്റ് കുറവാണ്. ഇവിടെയാണ് ED-യോ ബാക്കി ഏജൻസികളോ
അന്വേഷിച്ചാൽ ശരിയാവില്ല. ഹൈക്കോടതിയുടെയോ സുപ്രീം കോടതിയുടെയോ മേൽനോട്ടത്തിലുള്ള ഒരു അന്വേഷണം വേണം. കാര്യം ED ആണെങ്കിലും CBI ആണെങ്കിലും ആത്യന്തികമായി ആഭ്യന്തര വകുപ്പിന് കീഴിൽ വരുന്ന രണ്ട് പ്രസ്ഥാനങ്ങളാണ്. ഇപ്പൊ CBI എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് സേതുരാമയ്യറാണ് CBI, പക്ഷെ CBI എന്ന് പറഞ്ഞാൽ ഡൽഹി പോലീസിന്റെ കീഴിലൊരു വിഭാഗമാണ്. വേറെ എന്താ CBI? അതുകൊണ്ട് CBIയും EDയും ഒന്നും അല്ല വരേണ്ടത്, പകരം കോർട്ട് മോണിറ്റേർഡ് പ്രോബ്. അതിന് കോടതി അന്വേഷണ സംവിധാനമായി കേരള ഹൈക്കോടതി തെരഞ്ഞെടുത്തതുപോലെ തെരഞ്ഞെടുക്കണമെന്നാണ് എൻ്റെ പ്രതീക്ഷ.